ഈ സർക്കാരിന്റെ ഏതൊക്കെ നിലയ്ക്കുള്ള ഏകോപനം ഇപ്പോൾ ഇവിടെ നടക്കുന്നുണ്ട്? ഷിത ലിഫ്റ്റിന്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. ആരോഗ്യമന്ത്രി അല്പസമയം മുമ്പ് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഗവൺമെന്റ് ഓപ്പറേഷൻസ് എന്തൊക്കെയാണ്? നിഷാദെ, NDRFന്റെ സംഘമാണ് ഇപ്പോൾ അവിടേക്ക് എത്തിയിട്ടുള്ളത്. അവർ രാവിലെ തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. അതിന് പുറമെ ഈ ടെറിട്ടോറിയൽ ആർമിയുടെ സംഘം അവിടേക്ക് എത്തുന്നുണ്ട്. ആ രീതിയിലുള്ള ആർമിയുടെ സംഘം കോഴിക്കോട് നിന്നാണ് പോയിരിക്കുന്നത്. കോഴിക്കോട് നിന്നും 50 പേരടങ്ങുന്ന സംഘമാണ് ഇപ്പോൾ വയനാട്ടിലേക്ക് തിരിച്ചിരിക്കുന്നത്. അവർ ഇപ്പോൾ ഈങ്ങാപ്പുഴ കഴിഞ്ഞ് അടിവാരത്ത് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇത്രയും പെട്ടെന്ന് കൂടുതൽ പേരെ എത്തിക്കാൻ, കൂടുതൽ സൈന്യത്തെ ഉൾപ്പെടെ എത്തിക്കാനുള്ള ഒരു സംവിധാനം അവിടെ ഒരുക്കുന്നുണ്ട്. അതിനുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. കൂടുതൽ ഫോഴ്സിനെ വേണ്ടി വന്നാൽ കമ്പനി പോലീസ് അടക്കമുള്ള കൂടുതൽ ഫോഴ്സിനെ അവിടേക്ക് എത്തിക്കാനുള്ള നടപടികൾ ക്രമീകരിക്കുന്നുണ്ട്. ഒപ്പം ഇനിയും രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ ആളുകൾ, ഇപ്പോൾ ഫൈസൽ സൂചിപ്പിച്ച പോലെ തന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ, മുണ്ടക്കയിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ അവിടെ എത്രത്തോളം ഒരു ദുരന്തത്തിന്റെ വ്യാപ്തി ഉണ്ട് എന്ന് അറിയാൻ സാധിക്കുമോ, അവിടേക്ക് കൂടുതൽ ആളുകളെ എത്തിക്കാൻ പറ്റുമോ എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആലോചിക്കേണ്ടതുണ്ട്. ഇതെല്ലാം തന്നെ ഇപ്പോഴും മന്ത്രിമാരുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേരുന്നുണ്ട്. മന്ത്രി AK ശശീന്ദ്രൻ അവിടെ തന്നെ വയനാട്ടിൽ എത്തിയിട്ടുണ്ട്. മറ്റ് മന്ത്രിമാർ കൂടെ, ഈ മന്ത്രി മുഹമ്മദ് റിയാസ്, ഒപ്പം വയനാട്ടിലെ മന്ത്രി കേളു, ഒപ്പം K രാജൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാർ അവിടെ എത്തും. അവിടെ എത്തിക്കൊണ്ട് തന്നെ പ്രവർത്തനങ്ങൾക്ക് ഏകോപനം നടത്തുമെന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ നേതൃത്വത്തിലുള്ള ഒരു ഏകോപന സംവിധാനമാവും ഉണ്ടാവുക. ഒപ്പം തന്നെ ആരോഗ്യ വകുപ്പ് ഇപ്പോൾ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ട് ഇപ്പോൾ ഏറ്റവും അവസാനമായി നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് നേരത്തെ പറഞ്ഞിരുന്നത് ഈ മെഡിക്കൽ കോളേജിൽ, കോഴിക്കോട് മെഡിക്കൽ കോളേജിലടക്കം സംവിധാനം ഒരുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു യോഗം ചേരുകയാണ്. ഇവിടെ നിന്നും, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിദഗ്ധരായ ഡോക്ടർമാർ ഉൾപ്പെടെ വയനാട്ടിലേക്ക് കൊണ്ടുപോകാൻ, വയനാട്ടിലെ വിവിധ ആശുപത്രികളായി, സ്വകാര്യ ആശുപത്രികളിലും ഒപ്പം മറ്റ് ആശുപത്രികളിലുമായിട്ടാണ് ഇപ്പോൾ പരിക്കേറ്റവരെ എത്തിച്ചിട്ടുള്ളത്. അവരെ എല്ലാം തന്നെ നോക്കാൻ വേണ്ടി ഇവിടെ നിന്നുള്ള വിദഗ്ധ ഡോക്ടർമാരെ വയനാട്ടിലേക്ക് കൊണ്ടുപോകുമെന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു യോഗം, ഓൺലൈനിൽ യോഗം ചേരുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഉൾപ്പെടെയുള്ളവർ ആ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതിലായിരിക്കും ആ ഒരു തീരുമാനമുണ്ടാവുക. എന്തായാലും എത്ര ആളുകളെ രക്ഷപ്പെടുത്താനുള്ള, ഇപ്പോഴും നമുക്ക് എത്താൻ പറ്റാത്ത സ്ഥലമുണ്ട്, അവിടെയൊക്കെ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടാകും. നേരത്തെ ഒരു റിസോർട്ടിലുള്ള ആൾ പറഞ്ഞതുപോലെ തന്നെ അവരെല്ലാം തന്നെ അവിടെ സുരക്ഷിതരായി നിൽക്കുകയാണ്. എന്നിരുന്നാൽ പോലും ചുറ്റും പുഴ പോലെ ഒഴുകുന്നുണ്ട്. ഒരു ഒറ്റപ്പെട്ട സ്ഥലത്താണ് അവർ നിൽക്കുന്നത്. അവരെയെല്ലാം എത്തിക്കാനുള്ള, കരയിലേക്ക് അല്ലെങ്കിൽ സുരക്ഷിത സ്ഥലത്തേക്ക് എത്തിക്കാനുള്ള നടപടികളെല്ലാം തന്നെ പുരോഗമിക്കുന്നുണ്ട്. എല്ലാ രീതിയിലുള്ള സഹായവും എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും അവിടെ കേന്ദ്രീകരിക്കും, വയനാട് കേന്ദ്രീകരിക്കുമെന്നുള്ളതാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. എയർലിഫ്റ്റിംഗ് ആയിരുന്നു മറ്റൊന്ന്, പക്ഷേ അതൊരു അസാധ്യമായ ഒരു അവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. പ്രതികൂല കാലാവസ്ഥ തന്നെയാണ് കാരണം. കാലാവസ്ഥ ഇന്നും ഈ ഒരു കാലാവസ്ഥ തുടരാൻ തന്നെയാണ്, വയനാട്ടിലെ ഒരു പ്രവചനം അനുസരിച്ച്, അല്ലെങ്കിൽ കാലാവസ്ഥ പ്രവചനം അനുസരിച്ച് ഈ ഒരു കാലാവസ്ഥ തുടരാനാണ് സാധ്യത എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ബാലകൃഷ്ണൻ MLA നമ്മുടെ ടെലിഫോണിലുണ്ട്. MLA, നിങ്ങളിപ്പോ അവിടെ നേരിടുന്ന ഒരു ക്രൈസിസ് എന്താണ്? ഇപ്പോഴത്തെ ക്രൈസിസ് എന്ന് പറയുന്നത് അവിടെ കാലാവസ്ഥ ശക്തമായി പ്രതികൂലമായിക്കൊണ്ടിരിക്കുക. മാത്രമല്ല കോടികളോളം കണ്ടെത്തി പറയുന്നു. അതിലെ 10 കോടികൾ ചെറിയാർ പുഴയുടെ ഭാഗമായിട്ട് വരുന്ന പോത്തുകല്ലിലെത്തി അവിടെ നിന്ന് കണ്ടെത്തി. അതിപ്പോ നിലമ്പൂർ താലൂക്ക് ആസ്പത്രിയിൽ മോർച്ചറിൽ സൂക്ഷിച്ചിരിക്കുക. ബാക്കി ബോഡികള് മേപ്പാടി താലൂക്ക് ആസ്പത്രിയിലാണ് വെച്ചിരിക്കുന്നത്. മേപ്പാടിയില് ഈ കോടയായതുകൊണ്ട് ഹെലികോപ്റ്ററിന് വന്നിട്ട് ലാൻഡിങ് പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട്. ലാൻഡിങ് പ്രോബ്ലം. ഹലോ, എന്നാലും സേനാംഗങ്ങൾക്ക് അങ്ങോട്ട് കടക്കാൻ കഴിയുന്നില്ല. അത് ഈ ട്രോഫ് കിട്ടിയിട്ട് ഒരു ദിവസം മാത്രമാണ്. പക്ഷെ അത് ഒരു എന്താ പറയാ, ഒരു അപകട വീതിയിലാണ് അങ്ങോട്ട് കിടക്കുന്ന സാഹചര്യങ്ങളൊക്കെ. മാത്രമല്ല അവിടെയും ചില സമയത്ത് ഈ ഫോണ് കിട്ടാത്തൊരു പ്രശ്നം വരുന്നുണ്ട്. മാത്രമല്ല അവിടെ കറണ്ട് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പുറത്തുള്ള ആളുകൾക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ കഴിയുന്നില്ല. ഫോൺ ചാർജ് തീർന്നുകൊണ്ടിരിക്കുക.